റെയിൻബോ കാർഡ് ഫുഡ് ചാലഞ്ച്. നമ്മുടെ മുമ്പിൽ പല കളറിലുള്ള റെയിൻബോ കാർഡ്സ് ആണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ മുന്നിൽ റെയിൻബോ കളേഴ്സിൽ 1 to 18 നമ്പേഴ്സിൽ കാർഡുകൾ വെച്ചിട്ടുണ്ട്. ഈ കാർഡ്സിന്റെ ഉള്ളിലുള്ളത് നമ്മളെ മുന്നിൽ ഇരിക്കുന്ന ഫുഡിന്റെ അതേ പിക്ചേഴ്സ് തന്നെയാണ് ഉള്ളത്. അതിന് നമ്മൾ ഓരോ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ എന്താണ് ഇതാ കണ്ടില്ലേ, ഈ നമ്പർ വെച്ചിട്ട് ഓരോ കാർഡും നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ നമ്പറുകൾ തന്നെ 1 to 18 തന്നെ ഈ ബൗളിലും ഉണ്ടാവും. അപ്പൊ ഈ കാർഡ് സെലക്ട് ചെയ്യുന്നത് ഈ ബൗളിൽ വഴിയാണ്. നമ്മൾ ഈ ബൗളിൽ നിന്ന് ഒരു നമ്പർ എടുത്തിട്ട് ഈ നമ്പർ ഇപ്പൊ 3 ആണ് കിട്ടുന്നതെങ്കിൽ ഈ കാർഡിലുള്ള 3 എടുക്കുക. അതിന്റെ ഉള്ളിൽ ഒരു ഫുഡിന്റെ പിക്ചർ ഉണ്ടാവും. ആ ഫുഡ് നമ്മൾ നല്ലതാണോ ചീത്തതാണോ അത് കഴിക്കണം. അപ്പൊ അതാണ് ചലഞ്ച്. എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ചലഞ്ച് ആയിരിക്കും. അപ്പൊ അത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തതിന് താഴെ ലിങ്ക് ഉണ്ടാവും. അതിൽ കയറി ഇപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ അതിൽ നമ്മുടെ മുന്നിലുള്ള ഫുഡുകൾ എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. ഐസ്ക്രീം ഉണ്ട്, ബർഗർ ഉണ്ട്, ഗാലക്സി, കാൻഡീസ് ഉണ്ട്, മഫിൻസ് ഉണ്ട്. മഫിനാണ് ഒരു മഫിൻ, പിന്നെ പനീർ, ലെമൺ ഉണ്ട്, പിന്നെ ബജ്ജി മുളക് ഉണ്ട്, പിന്നെ റെഡ് വെൽവെറ്റ് ഉണ്ട്, ചോക്ലേറ്റ് ഷേക്ക് ഉണ്ട്, പാവയ്ക്ക ജ്യൂസ് ഉണ്ട്, പിന്നെ ഇഞ്ചി ഉണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ട്, പിന്നെ ഇരുമ്പിപ്പുളി ഉണ്ട്, വയലറ്റ് ക്യാബേജ് ഉണ്ട്, ഉണക്കമുളക് ഉണ്ട്, ബ്രൗണി ഉണ്ട്, ബ്രൊക്കോളി. അഞ്ചിന്റെ ഏറ്റവും ശത്രുവാണ് ബ്രൊക്കോളി. മോശ സാധനങ്ങളൊക്കെ ഇതിന്റെ മുന്നിൽ തന്നെ എന്തിനാ വെച്ചത്? അല്ല നമ്മൾ മിക്സ് ആക്കിയിട്ടപ്പോൾ വെച്ചത്. ഇതിലും മിക്സ് ആയിട്ടാണ് എന്തൊക്കെ എന്തിന്റെയൊക്കെ ഉള്ളിലെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. റാൻഡം ആയിട്ട് ആ നമ്പറൊക്കെ ഒട്ടിച്ചത്, പിക്ചർ വെച്ചതൊക്കെ അത് ഞങ്ങളല്ല ക്യാമറമാനാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാം. ഫസ്റ്റ് റൗണ്ട് 5 എടുത്തോട്ടെ. നിലത്തിട്ട് നല്ല രസം ഉണ്ടാവും. ഒന്ന് തൊട്ടാ പൊട്ടുന്ന ബൗള. അല്ല ഞാൻ ഒന്ന് മിക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. നല്ലോണം 14 ഇവിടെ ഇവിടെ നല്ല ഭംഗിയില്ലേ കാർഡ്സ് കാണാൻ? കാർഡ്സ് ശ്രീ ഉണ്ടാക്കിയാട്ടോ. ഈ ശ്രീന്റെ ബുദ്ധിപരമായ നീക്കങ്ങൾ എന്താ നല്ലൊരു തുടക്കം കിട്ടി. സമാധാനം. ഗുലാബ് ജാമുൻ എനിക്കുള്ളതാന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഇഷ്ടമുള്ളതൊക്കെ ഓളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഗുലാബ് ജാമിന്റെ കൂടെ കുറച്ചുകൂടെ ഐസ്ക്രീം കൂടി വേണം. അയ്യേ നല്ല സോഫ്റ്റ് ഗുലാബ് ജാമുൻ. അത് പോയി കിട്ടി. മതി കഴിഞ്ഞ ചാലഞ്ചിൽ മൊത്തം ചീത്ത കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഗുലാബ് ജാമുൻ കിട്ടിയപ്പോൾ നല്ലോണം അങ്ങോട്ട് അങ്ങനെ തന്നെ കിട്ടിക്കോട്ടെ. 5ന്റെ ലക്ക് തിരിച്ചു വന്നോ എന്നുള്ളൊരു സംശയമുണ്ട്. അത് പറയാ വേണ്ട. അത് പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് ലക്കും പോയത്. എന്തെങ്കിലും ഒരു നല്ല സാധനം കിട്ടുമ്പോ അപ്പോഴേക്കും ഓള് പറയാം തിരിച്ചു വന്നത്. ഞാൻ അടുത്ത് എടുക്കാൻ പോവാണ്. ഇവരെന്തെങ്കിലും ആയിക്കോട്ടെ. 18 ലാസ്റ്റ് നമ്പർ ആയിട്ട് നല്ലതാണേ. എന്താ ഐസ്ക്രീം മാക്രോൺസ് ആണ് കേട്ടോ. പക്ഷെ ഇത് കിട്ടിയില്ല. അതുകൊണ്ട് പക്ഷെ അതും നല്ലതാണെന്ന് പോയത്. എന്താ ഇത് എനിക്ക് മാത്രം സ്വന്തം. വൈകുന്നേരങ്ങളിൽ ഒരു കോഫി ബ്രൗൺ. ഇതിപ്പോ നട്ട് ഉച്ചയാണ്, കോഫി ഇല്ല. അതാണ് പക്ഷെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബ്രൗണി. 13 അവിടെ ഇരിക്കും. 13 അത് മിസ്മാച്ച് ആക്കിട്ടല്ലോ വെച്ചേ. 13 നല്ല ബ്രൗണി. സാധനമാണ്. ഒരു ചാലഞ്ചിൽ പനീർ കിട്ടി. പക്ഷെ അതൊരു പീസ് കഴിക്കണം. പീസ് കഴിച്ചിട്ട് വൃത്തികെട്ട ടേസ്റ്റ് ഒരു പീസ് തിന്നാൻ പറ്റും. ഒരു പീസ് തന്നെ കഴിക്കണം. നടക്കാട്ടി വൃത്തികെട്ട ടേസ്റ്റ്. പിന്നെ അത് ഫുള്ള് കഴിക്കണം. ഈ പീസേ ഞങ്ങൾക്ക് ശ്രീ അത്ര വലിയ പീസൊക്കെ കടിച്ച് നല്ല ചെറിയ ഫ്ലോക്കി പറഞ്ഞതല്ലേ. അല്ല അത് ഫുള്ള് കഴിക്കണം. പക്ഷെ ചെറിയ ചെറിയ പീസ് കടിച്ചിട്ട് തിന്നാൻ മതി. ഞാൻ എന്തെങ്കിലും ഷാമി കഴിച്ചത്? ഞാൻ ഗുലാബ് ജാമുൻ, ഈ ബ്രൗണി. അപകടത്തിൽ പെട്ടിരിക്കുമ്പോ അങ്ങനെ പനീർ കഴിഞ്ഞിട്ടിക്ക് നല്ല ടെൻഷൻ ഉണ്ടെങ്കിൽ പനീർ കിട്ടുമോ. ഇതും കൂടെ തിന്നു. ഞാൻ അന്ന്
ഗൈസ് ഒരു പനീറിന്റെ ഏകദേശം 3/4 ഭാഗം എടുക്കും. പാൽപ്പൊടി ഇല്ലേ അത് കട്ടയാക്കിയാന്ന് വിചാരിച്ചാൽ മതി. അടുത്ത റൗണ്ട്. അപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ സെക്കൻഡ് റൗണ്ട് ആണ് ഞാൻ. ഫസ്റ്റ് 2 എണ്ണം എനിക്ക് നല്ലത് കിട്ടി. അല്ല എനിക്ക് 2 എനിക്ക് ചീത്തയും കിട്ടി. അത്രേ ഉള്ളൂ. അതാ ഞാൻ അതിന്റെ സന്തോഷത്തിലാണ് സന്തോഷം തെറ്റിപ്പോയതാട്ടോ. ഞാൻ എടുക്കട്ടെ. 3 ഫസ്റ്റ് റൗണ്ട് നല്ലത് കിട്ടിയതിന്റെ ഒരു സന്തോഷം. ഓക്ക് ആദ്യം ഒന്നും നല്ല കിട്ടിയത് സന്തോഷം. ഞാൻ കാണട്ടെ. നല്ല അടിപൊളി ചിക്കൻ ബർഗർ പോയി. ഇത് എനിക്കാണല്ലോ പോയത്. ചീസൊക്കെ ചിക്കനും ആണെങ്കിലും പിന്നെ ഒന്നും നോക്കണ്ട. എന്റെ ഫേവറേറ്റ്. ഒറ്റക്കടി പറ്റുള്ളൂ. നല്ല സാധനങ്ങളൊക്കെ കിട്ടുമ്പോ ഒറ്റക്കടി, ചീത്ത സാധനങ്ങളൊക്കെ കിട്ടുമ്പോ 2 കടി അടിച്ചോളൂ. അപ്പൊ അടുത്ത നിന്റെ ടേണ. നമ്മള് കുളിക്ക് മതിയായി. 5 നല്ല കളറൊക്കെ, നല്ല ഭംഗിയുള്ള കളർ. മോശമായാ മതിയല്ലേ? ഇപ്പൊ നമുക്ക് നവരസങ്ങൾ എന്താന്നുള്ളത് ഷാമിന്റെ മുഖത്ത് വ്യക്തമായി കാണാൻ. ഓ കിസ്സല്ലേ സത്യം എടുക്കും. തീരെ ഒന്ന് ഫുള്ള് നിന്നോ. ഒരു കടി കൂടെ കടിക്കണം. ഈ നേരത്തെ ബ്രൗണി 2 കടി കടിച്ചതാ. അപ്പൊ ഇത് 2 കടി അടിക്കണം. ബ്രൗണി ഇരുമ്പിപ്പുളി കഴിച്ചോ. എരിവൊന്നുമില്ല. പൊളിച്ചിട്ട് കണ്ണിന് വെള്ളം വരുന്നുണ്ട്. മതി മതി മതി. നല്ലതൊന്നും കിട്ടണം. ഇവിടെ എത്ര നല്ലതുണ്ട്. ചെറുപ്പത്തിൽ പോലും ഞാൻ ഈ സാധനം കയ്യോണ്ട് തൊടലില്ല. എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ശ്രീ ഫ്രഷ് 19 ആണോ 16 ആണോ എനിക്ക് സംശയം ഉണ്ട്. എന്തായാലും ഒന്ന് വേഗം നമുക്ക് അടുത്ത റൗണ്ടിൽ ഏത് നല്ല കിട്ടിയിട്ട് വേണം ഇതിന്റെ ചോയ് എനിക്കൊന്ന് പോക്കാന്. അപ്പൊ അടുത്ത റൗണ്ട് മോശം കിട്ടിയാലോ? ഭയങ്കര നെഗറ്റീവ് ശുഭ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടെ മുന്നിൽ തന്നെ ഉണ്ട് കാൻഡീസ്. അത് നന്നൊന്നുമില്ല കേട്ടോ. ഇതിപ്പോ തിന്നാലും തീരൂല. അതിനോട് ഞാൻ കുറച്ചേക്ക് തിന്നോളൂ. അതിപ്പോ തൽക്കാലം ഞാൻ ഇവിടെ സൈഡിൽ വെക്കാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയുണ്ട്. ഒന്ന് ഇത് യെല്ലോ ക്യാൻഡിയൊക്കെ വെച്ചാ പറയുന്നത് 2 ക്യാൻഡിയൊക്കെ 2 എനിക്ക് വേണോ? ഒന്ന് യെല്ലോയും ഓറഞ്ചും, ഒന്ന് ഓറഞ്ച് മാത്രവും. ഓറഞ്ച് അല്ല റെഡ്. ഇത് ഓറഞ്ച്. സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ് ഇനി 3rd റൗണ്ടിൽ ഞാൻ. എനിക്ക് 2 എല്ലാം നല്ലല്ലേ കിട്ടി ഇതുവരെ. രണ്ടെണ്ണം കഴിച്ചിട്ടുള്ളൂ. ഇനി എല്ലൊന്നൊക്കെ പറയാൻ ഇത് ചീത്തയുണ്ടാവും. 11 എന്താ ഞാൻ 11 ഇവിടെ ഇല്ല. ഏത് കിട്ടി? കയ്പ എന്താന്ന് നിങ്ങൾക്ക്? കയ്പിന്റെ ഷേക്കൊക്കെ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. നല്ല ഇതങ്ങോട്ട് ഇതുവരെ കഴിച്ചതിനുള്ള ആ ഒരു പോയി കിട്ടും. അഞ്ചിക്ക് നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. ഞങ്ങളൊക്കെ കുടിക്കും. നിങ്ങളെ ആരോഗ്യമായിട്ട് ഞാൻ കുടിക്കുകയാണെങ്കിൽ കുടിച്ചിട്ട് അത്ര ആയില്ല അത്ര ആയില്ലെന്നും പറയുന്നത്. അത് പറയും. ഷുഗർ ഒന്നും വരില്ല. അത് കുറച്ച് ഇത് കുടിച്ച സൗണ്ട് വേറോ? ഹീലിയത്തിന്റെ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. നല്ലതാ ഗൈസ്. ഷുഗർ ഉള്ളവർക്കൊക്കെ വളരെ ഷുഗർ ഇല്ല ഗൈസ്. നല്ല ഭാവിയിൽ ആരോഗ്യത്തിന് നല്ലതാണ്. ഇപ്പോഴേ ഉള്ള ആരോഗ്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിബിളിന്ന് ഇവിടെ ഈ കളർ ഇഷ്ടമില്ല. ഞാനുണ്ട് മുളക ഉണക്ക ഈ ചില്ലിന്റെ വീട്ട് പോടില്ലേ ഗൈസ്. എപ്പോഴും ചില്ലി കിട്ടും എനിക്ക്. നേരത്തെ പുളി ഇനി എരും. അടുത്തത് എന്താണോ? അത് 2 കടി മറന്നുപോയി. ഒന്ന് മുഴുവൻ തന്നാ മതി. അപ്പൊ ഇതൊന്നും മുഴുവൻ കഴിക്കണം കേട്ടോ. എന്നാലേ ഉള്ള അത് കണക്കില് വരും. ഞാൻ ഒന്ന് മുഴുവൻ കഴിക്കും കേട്ടോ. ഈ വഴിക്ക് കണ്ടോ ഇത് അറിയുന്നില്ല. കല്ല് പോരാൻ തോന്നുന്നു. അഞ്ചിക്ക് കഴിച്ച് പരിചയം തോന്നുന്നല്ലേ? ഞാൻ ഈ ചാലഞ്ചുകൾ എനിക്ക് ഇതൊക്കെ തന്നെയാണല്ലോ പണി. ഷാമിക്ക് ഒരു പ്രാവശ്യം എനിക്ക് ഒരു പ്രാവശ്യം. എനിക്ക് കിട്ടിയില്ല. എന്തോ സ്ത്രീക്ക് പിന്നെ സോസുകളായിട്ടുള്ളൊരു ബൽപ്പെടുത്താകും പലപ്പോഴും ഉണ്ടാകും. ഞാൻ നോക്കി എന്താ എരിവില്ലാത്തത്. അപ്പൊ ഷാമിക്ക് അത്യാവശ്യം
നല്ല എരിവ് കിട്ടിയിട്ടുണ്ട്. ലാമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഏകദേശം അയക്കുന്നു. ഇനി അടുത്തത് യെല്ലോ കളർ കളർ മാത്രം ഹൈ ആയാൽ മതിയായിരുന്നു. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല സാധനമാണ്. ചോക്ലേറ്റ് ആണോ? ഇത് ഇങ്ങനെ ഐസ്ക്രീം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു തരികയാണ്. നന്നായി പോയെന്നൊക്കെ ആലോചിച്ച് അത് 2 സ്പൂൺ മാത്രം കഴിക്കാൻ പാടില്ല. അപ്പൊ നല്ല സാധനങ്ങളിൽ ഇപ്പൊ ഐസ്ക്രീം പോയി, ഗുലാബ് ജാമുൻ പോയി, ബർഗർ പോയി, ബ്രൗണി പോയി, പിന്നെന്താ പോയത്? ക്യാൻഡി പോയി. അത്രേ ഉള്ളൂ. നല്ലതൊക്കെ പോയി. ഇനി അധികം പോയില്ല. ഇനി കൂടുതൽ ഉണ്ട്, പക്ഷെ കൂടുതലും ചീത്തയാണ്. എനിക്ക് കിട്ടിയത് 17 17 എന്റെ അടുത്തുണ്ടല്ലേ? ഇല്ല, സെയിം ആണ്. നല്ലതും ചീത്തതും ഒരേപോലെ ഉണ്ട്. ബജ്ജി മുളകി പച്ച കളർ കാണുമ്പോ ദേഷ്യം പിടിക്കുക. ഇതുപോലെ തന്നെ നല്ല സാമ്യമുണ്ട്. സെയിം സാധനം തന്നെ. ഇനിയിപ്പോ 8 കാർഡാണ് ബാക്കിയുള്ളത്. ഇപ്പൊ എന്റെ ടേണാണ്. 12 ഇതവിടെ നല്ല കളർ. എനിക്ക് ചോക്ലേറ്റ് കേക്കും മഫിൻസും റെഡ് വെൽവെറ്റ് അതേതാ കിട്ടിയാൽ മതി. അതൊക്കെ തന്നെയാണ് നല്ലതുള്ളത്. ഇവിടെ ചെറിയ ആഗ്രഹങ്ങളുള്ളൂ. റെഡ് വെൽവെറ്റ് ഇവിടെ ഫേവറേറ്റ്. അതൊക്കെ ഒരു ഭാഗ്യം. ഇങ്ങോട്ട് നോക്ക്, രണ്ടാളും കൂടെ ഇങ്ങോട്ട് നോക്ക്. എന്തൊക്കെയായിരുന്നു? നല്ല പ്രതീക്ഷ ഒരു സാധനമായിരുന്നു. 2 വായാന്ന് പറഞ്ഞാൽ കുടിക്കുന്ന അറിയില്ല. കാരണം പാവയ്ക്ക ജ്യൂസ് വെളുത്തിര കുടിച്ചു. അപ്പൊ 5ാമത്തെ റൗണ്ടാണ്. 5ാമത്തെ റൗണ്ടില് 5 ഫസ്റ്റ് 6 യെല്ലോ കളർ. എന്തോ പച്ചക്കറിയാന്ന് തോന്നുന്നു കാണും. എന്റെ ഞാൻ കണ്ടു. വയലറ്റ് ക്യാബേജ് കിട്ടിയോ? വൃത്തികെട്ട പൈസ. ഇത് ഉപ്പേരുണ്ടാക്കിയാ പോലും എനിക്ക് ഇഷ്ടമല്ല. അത് അവള് തിന്നു നോക്കും. ഒരു ലീഫും കൂടി വേണം. അപ്പൊ അടുത്ത ഇനി ഞാനാണ്. ആകെ നല്ലതുള്ളത് മഫിൻസും ഗാലക്സിയും ആണ് കേട്ടോ. പിന്നെ കണ്ടു വെച്ചിട്ടുള്ളത് എനിക്കറിയാം. ഉള്ളത് ചെറുനാരങ്ങി, ബ്രൊക്കോളി അല്ലേ? ബ്രൊക്കോളി. ഇഞ്ചി ഉണ്ട്. ബ്രൊക്കോളി. അപ്പൊ ചീത്തതാണ് കൂടുതലുള്ളത് കേട്ടോ. ഒന്ന് അവിടെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കവറാണ്. ബ്രൊക്കോളിന്റെ നല്ല ഭംഗിയുള്ള ഒരു പിക്ചറാണ് കേട്ടോ. ഇതിന്റെ ഫോട്ടോ എടുത്ത് വെച്ച പോലെ തന്നെ ഉണ്ട്. ഇത് നമുക്ക് തിന്നാളാ. എങ്ങനെയുണ്ട്? അന്ന് അനുഭവിച്ച വേദന എനിക്കിപ്പോ ഇങ്ങനെ മനസ്സിന്ന് ഇങ്ങനെ തോന്നുക. എങ്ങനെയുണ്ട്? നല്ല രസമുള്ള. ഇത് ഉപ്പേരി സാറ് അത് മറ്റേ സാലഡിലൊക്കെ ചെയ്യുന്നത്. സാലഡ് ഇടുന്നത്. സാലഡ് കുറച്ച് വേവിക്കും. എന്താ പച്ചക്കൊക്കെ തിന്നാന്ന്. അന്ന് ഞാനിത് കഴിക്കുന്ന സമയത്ത് ഇവർ 2 ആളും കൂടി മരുത്വാമല ചുമന്ന് കൊണ്ടുപോകാന്നൊക്കെയാണ് ഇവര് പറഞ്ഞത്. കണ്ടോ? ഞാൻ കഴുകിണ്ട്. ഒയ്യ കഴിച്ചോ? ഞങ്ങള് കണ്ടു. കൊണ്ടോ? മുട്ടനാണ് തിന്നതോ. 8 ഇഞ്ചി ആവണേ, അല്ലെ നാരങ്ങ ആവണേ. ഇനി അത് മാത്രമേ ചീത്തുള്ളൂ. 2 നല്ലതാന്ന് തോന്നുന്നു. ഷാമിന്റെ അടുത്തൊരു സ്വപ്നം കൂടി തകർന്ന് അടിഞ്ഞിരിക്കുന്നു ഗൈസ്. അതിനെ മുഴുവനൊക്കെ പൊളിച്ചത് എനിക്ക് കഴിക്കാം. അതിലാകെ 2 കടിയല്ലേ എനിക്ക് കിട്ടുള്ളൂ. അടുത്ത കടി മൊത്തത്തിൽ കഴിഞ്ഞാല് അവരാണ് കിട്ടിയത് അവനവൻ തിന്നാം, അല്ലാതെ വേറെ ഒന്നും കൊടുക്കൂല. അവനവന് ഇവിടെ മോശം പനിയൊന്നുമില്ലേ? ഇരുന്ന് തിന്നോണ്ടിട്ട് വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് തിന്നോണ്ടി. വലിയ വീട് കൊണ്ടുപോയി ഒറ്റനൊക്കെയാണ് ഉണ്ടാവുള്ളൂ. ഇതില് 10 മഫിൻസ് പോലെ 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 എന്തോ പച്ചക്കറി വയ്ക്കും. 10 കാണണ്ടേ?
ഞാൻ കണ്ടു ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇനി ഈ ഇഞ്ചിക്കും ചെറുതായിരിക്കുമുള്ള പോരാട്ടാണ് ഇവിടെ കാണാൻ പോകുന്നത്. എനിക്ക് കിട്ടിയ മഫിൻസ് ആട്ടോ. ഇനി ഇവ രണ്ടുപേരും കൂടി ഇഞ്ചിക്കും ഇതിനു വേണ്ടി പോരാടിക്കൊണ്ട് എനിക്ക് ഒരു വിഷയമില്ല. ഒരു എന്താ ചെയ്യാം. ക്യാമറന്റെ അടുത്ത് കാണിച്ചപ്പോ ലൈറ്റിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഷേഡോ കണ്ടു. അയ്യോ കേക്കിൽ കുടുങ്ങിപ്പോയല്ലോ ഭഗവാനെ. എല്ലാം മഫിൻസിൽ ചെറിയ പീസ് എന്താ മതി. രണ്ട് പീസിലുള്ളത് സോളോ ഒറ്റ ഒന്നില്ല തിന്നു കഴിഞ്ഞു. നല്ലതോറും കിട്ടിയിട്ട് അവർക്ക് തിന്നാനൊന്നുമില്ലല്ലോ. ഒരു യുദ്ധം ചെയ്തോടി. ഇഞ്ചി നാരങ്ങ ഞാൻ എടുക്കട്ടെ. ഒരവസ്ഥ ആലോചിച്ചു. മോശമാണ് മുന്നിലുള്ള ഇരിക്കോ ഒന്നിനും ഇഞ്ചി അല്ലെങ്കിൽ നാരങ്ങ. 15 ഇഞ്ചിയാണോ നാരങ്ങയാണോ? ഒന്ന് വേഗം പൊട്ടിക്ക് ഷാമി. ഇഞ്ചി ഇഞ്ചി അത് അടുത്ത സ്ത്രീക്ക് നാരങ്ങ. രണ്ടാളും ഒപ്പന തിന്നാവുകയാണ്. ഏറ്റവും വലിയ ഭാഗ്യം രണ്ടാളും മുഖത്തും ഭാവങ്ങൾ കാണാൻ ഒരു അനുഗ്രഹം. കഴിഞ്ഞ ചാലഞ്ചില് മുഴുവൻ ചീറ്റ് കിട്ടിയതിന്റെ രോദനോട് ഇവിടെ തീർക്ക്. ഒപ്പന തിന്നാം. 3, 2, 1 സ്റ്റാർട്ട്. രണ്ടാള് ഭാഗത്തുനിന്ന് ഒരേ നല്ല എരുണ്ട് ഇഞ്ചിക്ക് കിട്ടോ. ഇഞ്ചിക്ക് നല്ലൊരുണ്ടോ? ഇഞ്ചിക്ക് നീ രണ്ടെണ്ണം കടിക്കേണ്ട ആലോചിക്കുന്ന ഒരു വിഷമം. ഇഞ്ചിക്ക് ഇത്ര മറ്റേ എരുവാണ് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലാസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എന്റെ ഉണ്ട്. ഓക്ക് നല്ല കിട്ടിയോണ്ട് ഞങ്ങൾ ചീത്തയെ കിട്ടിയോണ്ട് ഓള് ആഘോഷിക്കുകയാണ്. എരുവായോണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ പറഞ്ഞുതരാം. എനിക്ക് എന്തായിരുന്നു കിട്ടിയ? മഫിൻസ് കിട്ടി, പച്ചമുളക് കിട്ടി, ബർഗർ കിട്ടി, ക്യാബേജ് കിട്ടി, ഗുലാബ് ജാമുൻ കിട്ടി, കൈപ്പക്ക ജ്യൂസ്. എനിക്ക് കിട്ടിയത് ബ്രൗണി കിട്ടി, പിന്നെ ഇരുമ്പിപ്പുളി ആലോചിക്കാൻ വയ്യ, പിന്നെ ചോന്നമുളക് കിട്ടി, ബ്രൊക്കോളി കിട്ടി, പിന്നെ റെഡ് വെൽവെറ്റ് കിട്ടി, ഇഞ്ചി കിട്ടി. എന്തോ ഞാൻ പറഞ്ഞതിന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇതൊക്കെയാണ് കിട്ടിയത്. അതിന് ബാക്കിയുള്ളൊക്കെ എനിക്കും കിട്ടി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതൊരു ദിസ് ഇസ് ശ്രീലക്ഷ്മി, ദിസ് ഇസ് ഷാമിയ, ദിസ് ഇസ് സഞ്ജിത. signing off.